ഹായ് ഓൾ, നമുക്കിന്ന് കാൻഡിലിവർ സ്ലാബിൻ്റെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാ കാൻഡിലിവർ സ്ലാബും വൺ വേ സ്ലാബുകളാണ്. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ സ്ലാബ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വൺ വേ സ്ലാബായിട്ടാണ് ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ കാൻഡിലിവർ സ്ലാബ് ഓഫ് സ്പാൻ 2 meter to carry imposed load 2 kilonewton per meter square over its entire span. Finished load is equal to 0.5 kilonewton per meter square. Use M20 concrete and Fe 415 steel. The slab is supported by a beam of size 300 mm by 500 mm. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്. അതായത് ഫ്രീ എൻഡ് കാൻഡിലിവർ ആയതുകൊണ്ട് ഫ്രീ എൻഡും ഫിക്സ്ഡ് എൻഡും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫ്രീ എൻഡിൽ നിന്ന് സപ്പോർട്ടിൻ്റെ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ക്ലിയർ ആയിട്ടുള്ള സ്പാൻ 2 meter ടു ക്യാരി ഇമ്പോസ് ലോഡ്, അതായത് ലൈവ് ലോഡാണ് അവിടെ തന്നിട്ടുള്ളത്. 2 kilonewton per meter square ആണ് ലൈവ് ലോഡ്. ഓക്കെ, ഫിനിഷ് ലോഡ്, അതായത് ഫ്ലോർ ഫിനിഷ് ലോഡ് നമ്മൾ ഇന്നലത്തെ പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനിഷ് ലോഡ് ഈസ് ഈക്വൽ ടു 0.5 kilonewton per meter square. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ വാല്യൂ തന്നെ എടുക്കുക. തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഫ്ലോർ ഫിനിഷ് ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ ഫിനിഷ് ലോഡ് 0.5 kilonewton per meter square ആണ്. യൂസ് M20 കോൺക്രീറ്റ്. FCK വാല്യൂ 20 Newton per mm square. FI വാല്യൂ 415 Newton per mm square. ഓക്കെ, ദ സ്ലാബ് ഈസ് സപ്പോർട്ടഡ് ബൈ എ ബീം ഓഫ് സൈസ് 300 mm by 500 mm തന്നിട്ടുണ്ട്. അപ്പോൾ സ്ലാബ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബീമിലാണ്. ആ ബീമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300 mm by 500. അതിൽ 500 mm എന്ന് പറയുമ്പോൾ ആ ബീമിൻ്റെ ഡെപ്ത് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസ്, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ആണ്. അപ്പം സ്ലാബ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 300 mm by 500 mm സൈസുള്ള ഒരു ബീമിലാണ്. അതിൻ്റെ അർത്ഥം ആ സ്ലാബ് കയറി നിൽക്കുന്നത് 300 mm ആ വീതിയുള്ള ആ ബീമിലേക്കാണ്. ഓക്കെ, അപ്പം വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ സപ്പോർട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 300 mm എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് കാൻഡിലിവർ സ്ലാബ് കയറി നിൽക്കുന്ന സപ്പോർട്ടിൻ്റെ വിഡ്ത്ത്. ഓക്കെ, ഇത് ബീമിലേക്കാണ് കയറി നിൽക്കുന്നത്, ബീമാണ് സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ബീമിൻ്റെ വിഡ്ത്താണ്, അതായത് 300 mm ആണ് ഇവിടെ സപ്പോർട്ട് വിഡ്ത്ത് അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, ഗിവൺ ഡാറ്റ നമുക്ക് എഴുതാം. L ഈസ് ഈക്വൽ ടു 2 meter, ലൈവ് ലോഡ് 2 kilonewton per meter square, ഫിനിഷ് ലോഡ് ഈക്വൽ ടു 0.5 kilonewton per meter square, FCK ഈക്വൽ ടു 20 Newton per millimeter square, FI 415 Newton per millimeter square, വിഡ്ത്ത് ഓഫ് സപ്പോർട്ട് 300 mm. ഓക്കെ, അപ്പോൾ കാൻഡിലിവർ സ്ലാബും നോർമലി ഉള്ള സ്ലാബും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒന്ന്, സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ സ്ലാബിൽ ടെൻഷൻ വരുന്നത് ബോട്ടത്തിലാണ് അല്ലേ. അപ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും നമ്മൾ ബോട്ടത്തിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ കാൻഡിലിവർ സ്ലാബിൻ്റെ കേസിൽ കാൻഡിലിവർ ആയതുകൊണ്ട് ടെൻഷൻ സോൺ എന്ന് പറയുന്ന ടോപ്പിലാണ്. അപ്പോൾ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ടോപ്പിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വൺ വേ സ്ലാബ് ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം ടോപ്പ് സോണിലാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യേണ്ടത് ടോപ്പിലാണ്, കാരണം കാൻഡിലിവറിൽ ടെൻഷൻ വരുന്നത് ടോപ്പിലാണ്. പിന്നെ വരുന്ന ഒരു വ്യത്യാസം എഫക്റ്റീവ് സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ. ഓക്കെ, എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ സ്പാൻ, അതായത് ഫേസ് ഓഫ് ദ സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് എഫക്റ്റീവ് ഡെപ്തിൻ്റെ ഹാഫ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേപോലെ L/D റേഷ്യോ ഡെപ്ത് എടുക്കുന്നതിൽ അസ്യൂം ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മളിവിടെ L/10 ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ് D ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടിൽ നമ്മൾ L/25 to 30 ആണ് എടുക്കുക. 25 മുതൽ 30 വരെ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് അസ്യൂം ചെയ്യാനായിട്ട് എടുക്കാം സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ. കാൻഡിലിവറിൽ നമ്മളത് 10 എന്നുള്ള രീതിയിൽ എടുക്കുക, കാരണം L/D റേഷ്യോ ബേസിക് വാല്യൂ കാൻഡിലിവറിൻ്റെ 7 ആണ്. ഓക്കെ, അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ള ഡിഫറൻസസ് ഞാൻ ചെയ്യുന്നതിനനുസരിച്ച് പറയാം. ഓക്കെ, അതേപോലെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻസ്, ബെൻഡിങ് മൊമെൻറ്റും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ബെൻഡിങ് മൊമെൻറ്റ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് സപ്പോർട്ടിലാണ്. ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ WL² ഡിവൈഡ് ബൈ 2. അതേപോലെ ഷിയർ ഫോഴ്സ്, മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് WL/2 ആണ്. നമ്മൾ ബീമിൽ ചെയ്തത് തന്നെയാണ്, അതേപോലെ തന്നെയാണ് നമ്മൾ, അതായത് കാൻഡിലിവർ ബീമിൻ്റെ ഡിസൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെയാണ് കാൻഡിലിവർ സ്ലാബിൻ്റെ ഡിസൈനും വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് 1, എഫക്റ്റീവ് ഡെപ്ത് ആൻഡ് എഫക്റ്റീവ് സ്പാൻ ഓഫ് ദ സ്ലാബ്. ഫസ്റ്റ് എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. L/D റേഷ്യോ നമ്മൾ 10 എന്നുള്ള രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പം 2000 ആണ്
2000 mm ആണ് സ്പാൻ, ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി, ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു 200 mm. ഓക്കെ, അതായത് എഫക്റ്റീവ് ഡെപ്ത് 200 mm എന്നുള്ളത് കിട്ടി. അപ്പോൾ ഓവറോൾ ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അസ്യൂം മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ. മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ എടുക്കുമ്പോൾ നോമിനൽ കവർ 20 mm ആണ്. ദെർഫോർ ഓവറോൾ ഡെപ്ത് ഈസ് ഈക്വൽ ടു 200 + 20 പ്ലസ് നമ്മൾ അസ്യൂം ചെയ്യുന്ന മെയിൻ ബാറിൻ്റെ ഡയ എന്നുള്ളത് 10 mm എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയാണ്, 10 mm ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ 10 mm ഹാഫ് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഓവറോൾ ഡെപ്ത് ഈസ് ഈക്വൽ ടു 200 + 20 + 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 225 mm എന്ന് പറഞ്ഞ് കിട്ടി. ഇനി എഫക്റ്റീവ് സ്പാൻ, ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ബൈ 2 ആണ് എഫക്റ്റീവ് സ്പാൻ വരുന്നത് കാൻഡിലിവറിൻ്റെ കേസിൽ. അപ്പം എഫക്റ്റീവ് സ്പാൻ എൽ ഈസ് ഈക്വൽ ടു 2000 പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് 200/2 ഈക്വൽ ടു 2100 mm ദാറ്റ് ഈസ് 2.1 മീറ്റർ. അപ്പം എഫക്റ്റീവ് സ്പാനും എഫക്റ്റീവ് ഡെപ്തും ഓവറോൾ ഡെപ്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് കാൻഡിലിവർ സ്ലാബോ അല്ലെങ്കിൽ ബീമോ ചെയ്യുമ്പോൾ ഡെപ്ത് വേരിയിങ് ആയിട്ട് കൊടുക്കാം. കാരണം നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ഫ്രീ എൻഡിലേക്ക് വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 0 ആണ് അല്ലേ. സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ചിട്ടാണ് ബെൻഡിങ് മൊമെൻറ്റ് കൂടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെപ്ത് കൊടുക്കുന്നത് എന്ത് ചെയ്യാം, വേരിയിങ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, സപ്പോർട്ടിൽ മിനിമവും അതുപോലെ തന്നെ ഫ്രീ എൻഡിൽ മിനിമവും സപ്പോർട്ടിലേക്ക് വരുമ്പോൾ മാക്സിമവും വരുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഡെപ്ത് കൊടുക്കാം. ഓക്കെ, എക്കണോമിക്കലാക്കാം നമുക്കങ്ങനെ. അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സെയിം ഡെപ്ത് തന്നെ, യൂണിഫോം ഡെപ്ത് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. കാൻഡിലിവറിൽ നമുക്ക് എന്ത് ചെയ്യാം, വേരിയിങ് ഡെപ്ത് കൊടുക്കാം, ബീമിൻ്റെ കേസായാലും സ്ലാബിൻ്റെ കേസായാലും. ഓക്കെ, സ്റ്റെപ്പ് 2 ലോഡ് കാൽക്കുലേഷൻ. ലോഡ് കാൽക്കുലേഷൻ ഫസ്റ്റ് ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡെഡ് ലോഡ് ഈസ് ഈക്വൽ ടു 0.225 × 25. ഓക്കെ, അതായത് 1 മീറ്റർ ആയതുകൊണ്ട് ഞാൻ അത് കൺസിഡർ ചെയ്തിട്ടില്ല. 1 അതായത് B × D × 25, B 1 മീറ്റർ ആണ്. ഞാൻ അത് ഇപ്പോൾ എടുത്തിട്ടില്ല, കാരണം ബാക്കിയുള്ള ലോഡുകളൊക്കെ kN/m² തന്നതുകൊണ്ട്. അപ്പം 0.225 × 25 ഓവറോൾ ഡെപ്ത് × 25 5.625 kN/m² എന്ന് പറഞ്ഞു കിട്ടും. സെക്കൻഡ് ലൈവ് ലോഡ് ഈസ് ഈക്വൽ ടു 2 kN/m², ഫിനിഷ് ലോഡ് ഈസ് ഈക്വൽ ടു 0.5. ടോട്ടൽ ലോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.125 kN/m² കിട്ടും. ഡിസൈൻ ലോഡ് WU ഈസ് ഈക്വൽ ടു 1.5 × 8.125 ദാറ്റ് ഈസ് 12.1875 kN/m² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഡിസൈൻ ലോഡ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ LY/LX റേഷ്യോ ചെക്ക് ചെയ്യാൻ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ കാൻഡിലിവർ സ്ലാബ് എന്ന് തന്നാൽ അത് 1 വേ സ്ലാബ് തന്നെയായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ എടുത്ത് ചെയ്താൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോബ്ലത്തിൽ ഡിസൈൻ ദ 1 വേ സ്ലാബ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ LY/LX വാല്യൂ ചിലപ്പം ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഡയറക്റ്റ് 1 വേ സ്ലാബായിട്ട് തന്നെ ബാക്കിയുള്ള സ്റ്റെപ്സ് ഓക്കെ എഫക്റ്റീവ് ഡെപ്തും അതുപോലെ തന്നെ എഫക്റ്റീവ് സ്പാനൊക്കെ വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, 2 ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 3 അടുത്തത് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞാൽ ഇനി ബെൻഡിങ് മൊമെൻ്റ് ആണ്. ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനിൽ ചേഞ്ച് ഉണ്ട്. ഓക്കെ, MU = WLE² 2 ആണ്, അതായത് WL²/2 കാൻഡിലിവറിൻ്റെ ഇക്വേഷൻ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ. അപ്പോൾ 12.1875 × 2.1² / 2 ചെയ്താൽ 26.87 kN/m കിട്ടും. VU എന്ന് പറയുന്നത് W × L ആണ്, ഷിയർ ഫോഴ്സ്, മാക്സിമം ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 12.1875 × 2.1 ചെയ്താൽ 25.59 kN എന്ന് പറഞ്ഞു കിട്ടും. ഇനി സ്റ്റെപ്പ് 4 ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത്. നമ്മൾ എടുത്തിരിക്കുന്ന ഡെപ്ത് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ME ലിമിറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുക. ME ലിമിറ്റ് ഈസ് ഈക്വൽ ടു 0.138 FCK BD², FY 415 ആയതുകൊണ്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1104,000,00 Nm എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 110.4 kN/m. അപ്പം MU എന്ന് പറയുന്നത് 26.87 kN/m ആണ്. ഈസ് ലെസ് ദാൻ 110.4 kN/m. ദാറ്റ് ഈസ് MU ലെസ് ദാൻ ME ലിമിറ്റ്. ഹെൻസ് ദ സെലക്റ്റഡ് ഡെപ്ത് ഈസ് ഓക്കെ. അപ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓക്കെ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ MU = 0.8705 AST × D × 1 - AST/BD FCK. ഓക്കെ, അപ്പോൾ ഇതിൽ MUൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 26.87 × 10⁶ ആണ്. ബാക്കി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 × 415 × AST × D എന്ന് പറയുന്നത് 200 × 1 - 415 × AST. FIൻ്റെ വാല്യൂ 415 × AST / B എന്ന് പറയുന്നത് 1000 ആണ്, × D 200 FCK 20. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് വെച്ച് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST = 387.70 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ,
ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ AST കണ്ടുപിടിച്ചത് മിനിമത്തിനേക്കാളും കൂടുതലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പം AST റിക്വയർഡ് ഇപ്പോൾ നമുക്ക് കിട്ടി 387.70 mm². ഇനി അത് നമ്മൾ ചെക്ക് ചെയ്യാണ്. AST മിനിമം എന്ന് പറയുന്നത് AST മിനിമം ഈസ് ഈക്വൽ ടു 0.12% ഓഫ് BD Fe415 ഗ്രേഡ് സ്റ്റീൽ ആയതുകൊണ്ട് 0.12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു B1000 ഇൻറ്റു 225 ചെയ്ത് കഴിഞ്ഞാൽ 270 mm² കിട്ടും. അപ്പോൾ AST മിനിമം എന്ന് പറയുന്നത് 270 mm² ആണ്. അപ്പോൾ ഇവിടെ AST റിക്വയർഡിനേക്കാളും AST മിനിമം കുറവാണ്, അല്ലെങ്കിൽ AST മിനിമത്തിനേക്കാളും കൂടുതൽ റിക്വയർഡ് ആയിട്ടുള്ള AST വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓക്കെയാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഡയ ബാർ അസ്യൂം ചെയ്യുക. ഞാനിവിടെ 10 mm ബാർ അസ്യൂം ചെയ്യുകയാണ്. അസ്യൂമിങ് 10 mm ഡയമീറ്റർ ബാർ. സ്പേസിങ് കണ്ടുപിടിക്കുക. ഓക്കെ, സ്പേസിങ് ഈസ് ഈക്വൽ ടു 1000 AS ബൈ AST, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു പൈ ഇൻറ്റു 10² ഡിവൈഡ് ബൈ 4, അതാണ് AS, ഡിവൈഡ് ബൈ 387.70. സോൾവ് ചെയ്താൽ 202.57 mm എന്ന് പറഞ്ഞു കിട്ടും. അത് റൗണ്ട് ചെയ്ത് 200 mm എന്നുള്ള രീതിയിലെടുത്തു. ഇനി ആ സ്പേസിങ് നമ്മൾ ഉറപ്പിക്കാനായിട്ടില്ല എന്ത് ചെയ്യണം? ആ സ്പേസിങ്ങിൻ്റെ ചെക്കും കൂടിയും ചെയ്യണം. ചെക്ക് ഫോർ സ്പേസിങ് ഷുഡ് ബി മിനിമം ഓഫ് ദ ഫോളോയിങ്. ഒന്ന് 200 mm, ഇപ്പം കണ്ടുപിടിച്ച് 200 mm കൂടാൻ പാടില്ല. രണ്ടാമത്തത് 3 ഇൻറ്റു എഫക്റ്റീവ് ഡെപ്ത്, ദാറ്റ് ഈസ് 600 mm. മൂന്നാമത്തെ 300 mm. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 200 mm അല്ലേ? അപ്പോൾ നമുക്ക് സ്പേസിംഗ് എന്നുള്ളത് 200 mm തന്നെ അഡോപ്റ്റ് ചെയ്യാം. Therefore, provide 10 mm diameter bars at 200 mm center to center spacing. അപ്പോൾ AST provided എന്ന് പറയുമ്പോൾ 1000 AS by S ആണ്. That is equal to 1000 into pi into 10² divided by 4 divided by 200. അപ്പോൾ AST provided is equal to 392.699 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് മെയിൻ ബാസ് നമ്മൾ ഡിസൈൻ ചെയ്തതുകൊണ്ട് ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ ഡിസൈൻ ചെയ്യാം. ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ സ്റ്റെപ്പ് 6. അപ്പോൾ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12% ഓഫ് BD. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 270 mm² ആണ്. അപ്പോൾ അതെടുത്തു. അതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിൻ്റെ ഏരിയ വരേണ്ടത്. അപ്പോൾ 8 mm ഡയമീറ്റർ ബാസ് HYSD ബാസ് ഞാൻ അസ്യൂം ചെയ്തു. അപ്പോൾ സ്പേസിംഗ് എന്ന് പറയുന്നത് 1000 AS ബൈ AST, 1000 ഇൻറ്റു പൈ ഇൻറ്റു 8² ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 270. അപ്പോൾ സ്പേസിംഗ് ഈസ് ഈക്വൽ ടു 186.16 mm എന്ന് പറഞ്ഞ് കിട്ടി. ഞാനത് റൗണ്ട് ചെയ്ത് 180 mm ആക്കി എടുത്തു. ഓക്കെ, എന്നാൽ ഇത് ഉറപ്പിക്കാനായിട്ടില്ല. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിൻ്റെയും സ്പേസിംഗ് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ സ്പേസിംഗ് ഷുഡ് ബി മിനിമം ഓഫ് ദ ഫോളോയിങ്. ആദ്യത്തത് 180 mm കണ്ടുപിടിച്ചത്. രണ്ടാമത്തത് 5 ഇൻറ്റു Dനേക്കാളും കൂടാൻ പാടില്ല ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 5 ഇൻറ്റു 200 ദാറ്റ് ഈസ് 1000 mm. മൂന്നാമത്തത് 450 mmനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ 450 mm. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 180 mm ആണ്. Therefore adopt 180 mm spacing. Therefore provide 8 mm diameter bars at 180 mm center to center spacing. ഇനി AST provided കണ്ടുപിടിക്കാൻ 1000 AS by S, that is equal to 1000 into pi into 8² divided by 4 divided by 180, that is 279.25 mm² എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ നമ്മൾ മെയിൻ ബാസും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാസും കണ്ടുപിടിച്ചു. ഓക്കെ, അതിൻ്റെ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സ്റ്റെപ്പ് 7, ചെക്ക് ഫോർ ഷിയർ സ്ട്രെസ്. ഓക്കെ, ഷിയർ സ്ട്രെസ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വി ഈസ് ഈക്വൽ ടു VU by BD. That is 25.59 into 10⁻³ divided by 1000 into 200. ഓക്കെ, അപ്പോൾ ടോ വി വാല്യൂ 0.127 Nm/mm² എന്ന് കിട്ടി. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് ടോ സി മാക്സ് എന്ന് പറയുന്നത് 2.8 Nm/mm² ആണ്. ടോ വി ലെസ് ദാൻ ടോ സി മാക്സ്, ഹെൻസ് ദ സെക്ഷൻ ഈസ് അഡക്വേറ്റ്. അപ്പോൾ ടോ വി ലെസ് ദാൻ ടോ സി മാക്സ് ആയതുകൊണ്ട് സെക്ഷൻ അഡക്വേറ്റ് ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ടോ സി വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടോ സി. അപ്പോൾ ടോ സി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ സ്പാനിൽ വരുന്ന എല്ലാ റീഇൻഫോഴ്സ്മെൻറ്റും ടോപ്പിലേക്ക് സപ്പോർട്ടിൻ്റെ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ബെൻഡപ്പ് ബാസ് ആയിട്ട് നമ്മളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ ബെൻഡപ്പ് ബാസ് പ്രൊവൈഡ് ചെയ്താൽ മതി. കാൻഡിലിവറിൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ആ ടോപ്പിലൂടെ വരുന്ന റീഇൻഫോഴ്സ്മെൻ്റ് എല്ലാം എന്ത് ചെയ്യണം? ആ പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ലെങ്ത് കിട്ടിയിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവണം. ഓക്കെ, കാരണം ഈ കാൻഡിലിവർ സ്ലാബ് നിൽക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ കാൻഡിലിവർ ബീം നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ ബാറ് ആ ബീമിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ ആ കോളത്തിൻ്റെ അകത്തേക്കോ കയറി നിൽക്കുന്നത് കൊണ്ടാണ് അല്ലേ? ആ ബാറ് നമ്മൾ ആ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്തത് എക്സ്റ്റെൻഡ് ചെയ്ത് ആ സ്ലാബിൻ്റെ അറ്റത്തേക്ക് വന്ന് സപ്പോർട്ടിൻ്റെ ഫേസിലേക്ക് കയറി അതെന്ത് ചെയ്യും?
അതിൻ്റെ ആ സപ്പോർട്ടിലേക്ക് കയറിയിട്ട് ആ വരുന്ന കോളത്തിൽ, ആ സപ്പോർട്ട് ചെയ്യുന്ന കോളത്തിലേക്ക് ഇറങ്ങി നിൽക്കണം. എന്നാൽ മാത്രമേ ആ കാൻഡിലിവർ സ്ലാബ് അല്ലെങ്കിൽ ബീം പ്രോപ്പറായിട്ട് അവിടെ നിൽക്കുള്ളൂ അല്ലേ. കാരണം ഒറ്റ സപ്പോർട്ടേ ഉള്ളൂ. ആ ഫിക്സ്ഡ് എൻഡിലാണ് ലോഡ് വരുമ്പം എല്ലാ റെസിസ്റ്റൻസും വരുന്നത് ആ സപ്പോർട്ടിലേക്കാണ്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണമെങ്കിൽ ആ റീഇൻഫോഴ്സ്മെൻറ്റ്, ടെൻഷൻ സോണിൽ വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ആ സപ്പോർട്ടിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കേണ്ടി വരും. ഓക്കെ, ആ ഡെവലപ്മെൻറ്റ് ലെങ്ത് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടി വരും പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാൻഡിലിവറിൻ്റെ കേസിൽ നമ്മൾ ഇത് ബെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ ബാസും അവിടെ തന്നെ ടെൻഷൻ സോണിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പി ടി എന്ന് പറയുന്നത് 100 AST/BD, അതായത് ഫുൾ ഏരിയ ഓഫ് സ്റ്റീൽ തന്നെ വരും. സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പിലേക്ക് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ 50% ബോട്ടത്തിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ, ടെൻഷൻ സോണിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ AST/2 എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ. എന്നാൽ ഇവിടെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 × 392.699 AST എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 1000 × 200 AST/BD. ദാറ്റ് ഈസ് 0.196% എന്ന് പറഞ്ഞു കിട്ടും. ഇനി 0.196%-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടോസി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടോസി ഈസ് ഈക്വൽ ടു ഇൻ്റർപോളേഷൻ ചെയ്താൽ 0.28 + x കിട്ടും. അപ്പോൾ എക്സ് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0.0368 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു 0.3168 Nm/mm². ഇത് സ്ലാബ് ആയതുകൊണ്ട് ടോബി വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ K × ടോസി എന്നുള്ളതാണ്. അപ്പം കെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. കെ വാല്യൂ 1.15 ആണ്. സ്ലാബിൻ്റെ ഓവറോൾ ഡെപ്ത് 225 ആയതുകൊണ്ട്. ഓക്കെ, അത് നമ്മൾ എടുത്തു. അപ്പോൾ പേജ് നമ്പർ 72 അപ്പോൾ K × ടോസി എന്ന് പറയുന്നത് 1.15 × 0.3168, ദാറ്റ് ഈസ് 0.364 Nm/mm² ആണ്. അപ്പം ടോവി വാല്യൂ ഈസ് ലെസ് ദാൻ K × ടോസി. 0.127 Nm/mm² ഈസ് ലെസ് ദാൻ 0.364 Nm/mm². ഹെൻസ് ദ സ്ലാബ് ഈസ് സേഫ് ഇൻ ഷിയർ സ്ട്രെസ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 8 ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് L/D മാക്സ് ഗ്രേറ്റർ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ. അതായത് L/D ആക്ച്വൽ അല്ലെങ്കിൽ L/D പ്രൊവൈഡഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ L/D മാക്സ് ഗ്രേറ്റർ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ L/D മാക്സ് നമുക്ക് കണ്ടുപിടിക്കാം. L/D മാക്സ് എന്ന് പറയുമ്പോൾ L/D ബേസിക് × KT × KC × KF. ഓക്കെ, അപ്പോൾ ഇവിടെ L/D ബേസിക് വാല്യൂ എന്ന് പറയുന്നത് കാൻഡിലിവർ ആയതുകൊണ്ട് 7 ആണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. കാൻഡിലിവർ ആണെങ്കിൽ 7 എടുക്കാൻ വിട്ടുപോകരുത്, 20 എടുത്തു പോകരുത്. ഓക്കെ, അപ്പം L/D ബേസിക് × KT × KC × KF. അപ്പോൾ KC KF 1 ആണ്. അപ്പം ബാക്കി 7 × KT മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേ രണ്ടും 1 ആയി പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ KT വാല്യൂ കണ്ടുപിടിക്കാം. KT വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫിഗർ 4, ഓക്കെ, അതിൻ്റെ അകത്ത് FS വാല്യൂ എടുക്കാം. ചാർട്ടിൻ്റെ താഴെ നിന്ന് FS ഈസ് ഈക്വൽ ടു 0.58 × FY into AST provided by AST required by AST provided. ഓക്കെ, അപ്പോൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 237.63 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും FSൻ്റെ വാല്യൂ. PT എന്ന് പറയുന്ന 0.196% ആണ്, നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതായിരുന്നു. അപ്പം നമ്മൾ ചാർട്ട് 4 അല്ലെങ്കിൽ ഫിഗർ 4ൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ KT വാല്യൂ 1.8 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ L/D മാക്സ് എന്ന് പറയുന്നത് L/D ബേസിക് × KT, അതായത് 7 × 1.8, ദാറ്റ് ഈസ് 12.6 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ L/D പ്രൊവൈഡഡ് എന്ന് പറയുമ്പം L വാല്യൂ 2100 ആണ്, ഡിവൈഡഡ് ബൈ, അതായത് എഫക്റ്റീവ് സ്പാൻ 2100 ഡിവൈഡഡ് ബൈ D എഫക്റ്റീവ് ഡെപ്ത് 200, സോൾവ് ചെയ്താൽ 10.5 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ L/D പ്രൊവൈഡഡ് അല്ലെങ്കിൽ L/D ആക്ച്വൽ എന്ന് പറയുന്നത് 10.5 ഈസ് ലെസ് ദാൻ 12.6, അതായത് L/D മാക്സ്. അപ്പോൾ L/D പ്രൊവൈഡഡ് ലെസ് ദാൻ L/D മാക്സ്, ഹെൻസ് കോഡൽ റിക്വയർമെൻറ്റ്സ് ആർ സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡെവലപ്മെൻറ്റ് ലെങ്ത്, സ്റ്റെപ്പ് 9. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് LD വാല്യൂ അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. LD ഈസ് ഈക്വൽ ടു 0.8705 × 5 ഡിവൈഡ് ബൈ 4 TOBD. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 470.117 mm എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ കണ്ടീഷൻ LD ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.3 mm/V + L0 എന്നുള്ളതാണ്. അപ്പോൾ L0 നമുക്ക് 0 ആയിട്ട് എടുക്കാം. V ഈസ് ഈക്വൽ ടു VU, ദാറ്റ് ഈസ് 25.59 kN. അതേപോലെ ഇവിടെ M1 എന്ന് പറയുന്നത് ആ ടെൻഷൻ സോണിൽ ഫുൾ റീഇൻഫോഴ്സ്മെൻറ്റ് പോകുന്നതുകൊണ്ട് AST എന്ന് പറയുന്നത് ഫുൾ AST തന്നെ വരും. ഓക്കെ, നമ്മൾ സിംപ്ലി സപ്പോർട്ട് ചെയ്ത സമയത്ത് AST/2 ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ M1 എന്ന് പറയുന്നത് M1 കണ്ടുപിടിക്കുന്ന സമയത്ത് AST ഫുൾ AST തന്നെ വരും. കാരണം ടെൻഷൻ സോണിൽ സപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഫുൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ 0.87 FI AST into D into 1 minus AST FI by BDFCK. M1 is equal to 0.87 into 415 into AST 392.699 D 200 into 1 minus AST 392.699 into 415 B 1000 D 200 FCK 20. സോൾവ് ചെയ്താൽ M1 is equal to 27.20 kN meter എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ 1.3 M1/V എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.38 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1380 mm. അപ്പോൾ 470.117 mm ഈസ് ലെസ് ദാൻ 1380 mm. അതായത് ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് ഈസ് ലെസ് ദാൻ 1.3 M1/V. അപ്പോൾ ദാറ്റ് ഈസ് LD ലെസ് ദാൻ 1.3 M1/V പ്ലസ് L0. ഹെൻസ് കോഡൽ റിക്വയർമെൻറ്റ്സ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു, ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതിൽ ആ ബെൻഡപ്പ് ബാസിൻ്റെ കാര്യങ്ങൾ വരുന്നില്ല കാൻറ്റിലീവറിൽ, അപ്പോൾ ആ സ്റ്റെപ്പ് നമുക്കിതിൽ വരില്ല. ഓക്കെ, ഇത്രയും സ്റ്റെപ്സാണ് കാൻഡിലിവർ സ്ലാബിൻ്റെ ഡിസൈനിൽ വരുന്നത്. അപ്പോൾ ഞാൻ മുന്നമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേരിയിങ് ഡെപ്തായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഫ്രീ എൻഡിൽ ഒരു 100 mm അതേപോലെ ഫിക്സ്ഡ് എൻഡിലേക്ക് വരുമ്പം 200 mm വരുന്ന രീതിയിൽ യൂണിഫോംലി വേരിയിങ് ആയിട്ട് ഡെപ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സ്ട്രക്ചർ സേഫ് ആയിരിക്കും, എക്കണോമിക്കലാക്കാം. കാരണം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് സപ്പോർട്ടിലേക്കാണ് വരുന്നത്. ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ കുറവാണ്, സപ്പോർട്ടിലേക്ക് വരുന്നതിനനുസരിച്ചിട്ടാണ് കൂടി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സിമിലർ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, അങ്ങനെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡിസൈൻ സമ്മറി എഴുതുകയാണ്. ഡിസൈൻ സമ്മറി: മെയിൻ ബാസ് ഈസ് ഈക്വൽ ടു 10 mm ഡയമീറ്റർ ബാസ് അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, മെയിൻ ബാസ് 10 mm ഡയമീറ്റർ ബാസ് അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ് ആയിരുന്നു കിട്ടിയത്. ഡിസ്ട്രിബ്യൂഷൻ ബാസ് 8 mm ഡയമീറ്റർ ബാസ് അറ്റ് 180 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്. ഓവറോൾ ഡെപ്ത് ഓഫ് സ്ലാബ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത് 225 mm. ഓക്കെ, ഇനി ഇതിൻ്റെ ഫിഗർ വരയ്ക്കാനാണ് ഉള്ളത്. ഓക്കെ, ഫിഗർ വരയ്ക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. ഫേസ് ഓഫ് ദ സപ്പോർട്ടെന്ന് ഫ്രീ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫ്രീ എൻഡിൽ നിന്ന് ഫേസ് ഓഫ് ദ സപ്പോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് 2 meter ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോപ്പിലാണ്. ഓക്കെ, കാൻഡിലിവർ ആയതുകൊണ്ട് തന്നെ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിലാണ്. ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് താഴെയായിട്ടാണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടിൽ നമ്മൾ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ബോട്ടത്തിലായിരുന്നു. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അതായത് ടെൻഷൻ സോണിൽ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിൽ നമ്മൾ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത്. അതായത് മെയിൻ സ്റ്റീലിനെ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ ശ്രിങ്കേജ് സ്ട്രെസ്സസ് വരുമ്പോഴും ടെമ്പറേച്ചർ സ്ട്രെസ്സസ് വരുമ്പോൾ റെസിസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ പേർപ്പസ് കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ. ഓക്കെ, അപ്പം മെയിൻ ബാസ് ഇവിടെ കാൻഡിലിവർ ആയതുകൊണ്ട് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ താഴെയായിട്ട് ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബാസ് ഞാൻ മാർക്ക് ചെയ്തു 10 mm ഡയമീറ്റർ ബാസ് അറ്റ് 200 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ബാസ് 8 mm ഡയമീറ്റർ ബാസ് അറ്റ് 180 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, ഈ കാൻഡിലിവർ ആയതുകൊണ്ട് ഈ കാൻഡിലിവർ സ്ലാബ് അവിടെ നിൽക്കുന്നത് ലോഡ് വരുമ്പം അത് ഫെയിൽ ആവാതെ നിൽക്കുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 470 സംതിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സപ്പോർട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ 300 mm അവൈലബിൾ ആണ്. 300 mm ആണെങ്കിൽ അവിടെ 20 നോമിനൽ കവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 നമുക്കവിടെ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, 200 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 500 ആണ് ആ ബീമിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 470 വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവിടെ കിട്ടും. ഇൻ കേസ് അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കോളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 300 mm വീതിയും 500 mm ഡെപ്തും ഉള്ള ബീമാണ് അല്ലേ. അപ്പം ഈ സ്ലാബ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ബീമാണ് അല്ലേ, സപ്പോർട്ട് ചെയ്യുന്നത് ഈ ബീമാണ്. അപ്പോൾ ഈ സ്ലാബ് കയറി നിൽക്കുന്നത് ഈ ബീമിലേക്കാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു. ഓക്കെ, അപ്പം ആ 300 mm വീതിയുള്ള ആ സ്ലാബിലേക്കാണ് ആ ബീമിലേക്കാണ് ഈ സ്ലാബ് കയറി നിൽക്കുന്നത്. അതാണ് നമ്മളെ സപ്പോർട്ടിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ കാണിച്ചു ഫിഗറിൽ. ആ ബീമിൻ്റെ ബ്രെഡ്ത്ത് 300 അതുപോലെ ഡെപ്ത്ത് 500 എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു. അതിൻ്റെ താഴോട്ടും മേലോട്ടും കോളമാണ്. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള സിമ്പിൾ ഇട്ടു. ഓക്കെ, ഓവറോൾ ഡെപ്ത്ത് 225 mm. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ കാണിക്കേണ്ടത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗറും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കാൻഡിലീവറിൻ്റെ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.